ഹായ്, ചില്ലി ചിക്കൻ കഴിക്കാൻ വേണം, എന്നാൽ അധികം ഓയിലി ആവാനും പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഞാൻ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് ഞാൻ താഴെ കമൻ്റായിട്ട് ഇടാം എന്തൊക്കെയാണ് അതിൻ്റെ മസാല എന്ന്. അപ്പോൾ അത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാനത് കുക്കറിലിട്ടൊന്ന് വേവിക്കാമെന്ന് ചിക്കൻ. അപ്പോൾ അതിലേക്ക് എണ്ണയോ വെള്ളമോ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട, ജസ്റ്റ് 3 വിസിൽ വേവിച്ചെടുക്കുക. എന്നിട്ടിതാ ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ക്യാപ്സിക്കവും ഉള്ളിയും ചെറുതായി അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുക. അതൊരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് അതും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ടൊമാറ്റോ സോസും ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കി കൊടുക്കുക. പിന്നെ അവസാനം അതിലേക്ക് കുറച്ച് മല്ലിയില തൂവി കൊടുക്കുക. അപ്പോൾ സംഭവം സിമ്പിളാണ്, അധികം ഓയിലൊന്നുമില്ല. ഡയറ്റൊക്കെ എടുക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു ചില്ലി ചിക്കനാണ്. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇത്. പിന്നെ നമ്മൾ നോർമൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനൊന്നുമില്ലല്ലോ. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ചിക്കൻ. പിന്നെ ഞാൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതും ഓയിൽ വളരെ കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം മുട്ടേനെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്ത് പിന്നെ വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് പിന്നെ അതിലേക്ക് വെജീസൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളെ ചോറ് വേവിച്ച് വെച്ച ചോറൊക്കെ ഇട്ട് കൊടുത്ത് മുട്ടയും കുറച്ച് സോയാ സോസൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് അങ്ങനെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സംഭവം സിമ്പിളാണ്. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഓയിലൊക്കെ കുറച്ച് കഴിക്കുമ്പോൾ മനസ്സിലൊരു സുഖം, അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.